നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് കോളിനും ഓഡീഷനൊക്കെ നമുക്ക് കിട്ടുന്ന എൻട്രികളിൽ 90% പെർഫോമൻസ് വീഡിയോയിൽ വരുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. ഇങ്ങനൊരു അഭിനയം ആഗ്രഹിക്കുന്ന, അഭിനയം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഈ ചാനലിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരിക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം തന്നെ വന്ന കമൻസിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു സംശയം പെർഫോമൻസ് വീഡിയോയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പെർഫോമൻസ് വീഡിയോയെ കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഐ എം ചലഞ്ചർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെർഫോമൻസ് വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ആ ടിപ്സ് നിങ്ങളുടെ പെർഫോമൻസ് വീഡിയോ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. കമൻറ്റ് സെക്ഷനിൽ പെർഫോമൻസ് വീഡിയോയെക്കുറിച്ച് വന്ന സംശയങ്ങളിൽ ഏറ്റവും വലിയൊരു സംശയമായിരുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് റീൽ ഫോർമാറ്റിൽ, ടിക്ടോക്ക് ഫോർമാറ്റ് പോലെയുള്ള വെർട്ടിക്കൽ ഫോർമാറ്റിൽ വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയുടെ ഫോർമാറ്റ് എങ്ങനെയാണ്? അതൊരു ഹൊറിസോണ്ടൽ ഫോർമാറ്റാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോർമാറ്റിലുള്ള ഒരു മീഡിയയ്ക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള വീഡിയോ അല്ല വേണ്ടത്. നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് ഹൊറിസോണ്ടൽ ഫോർമാറ്റിലുള്ള വീഡിയോ ആണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ റീൽ കണ്ടന്റുകളിൽ വരുന്ന ഇപ്പം ലിപ്സിങ് ചെയ്തിട്ടുള്ള വീഡിയോ പോലെയുള്ള അത്തരം വീഡിയോസ് അല്ല വേണ്ടത്. നിങ്ങളുടെ ശൈലിയിൽ, നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടേതായ ഒരു പുതിയ കണ്ടന്റ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ പെർഫോമൻസ് വീഡിയോ ഒരുക്കിയെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഓഡീഷന് വരുന്ന കാസ്റ്റിംഗ് കോൾ എൻട്രീസിൽ ഈ പെർഫോമൻസ് വീഡിയോയിൽ കാണുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒന്നുകിൽ മൊബൈൽ ഭയങ്കര ലോ ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കണ്ടന്റ് എടുക്കും, അതുപോലെ ഹൈ ആംഗിളിൽ പിടിച്ച് ഷൂട്ട് ചെയ്ത് കണ്ടന്റ് എടുക്കും. നമുക്ക് നമ്മുടെ ഐ ലെവലിൽ ക്യാമറ വരുന്ന തരത്തിലുള്ള ആ ഒരു ഫോർമാറ്റാണ് വേണ്ടത്. അതായത് നമ്മൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും നമ്മുടെ കണ്ണിന് നേരെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ആ വരയ്ക്ക് നേരെ ക്യാമറയുടെ ലെൻസ് വരണം. അതാണ് ഒരു ഐ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിന് ഒന്നുകിൽ നിങ്ങൾക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ സഹായം തേടാം. പെർഫോമൻസ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സൈലൻസ് ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇപ്പം പല വീഡിയോസിലും നമ്മൾ കാണാം ഒരുപാട് ഹോൺ, ട്രാഫിക് സൗണ്ട്സ്, അതേപോലെയുള്ള ഒരുപാട് നോയ്സ് പൊല്യൂഷൻസ് നമുക്കുണ്ടാവും. അപ്പോൾ ഇത് ഭയങ്കരധികം ശ്രദ്ധിക്കുക, നല്ലൊരു സൈലൻസ് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾ പെർഫോമൻസ് വീഡിയോ ഷൂട്ട് ചെയ്യുക. പിന്നെ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, നമ്മുടെ ഏജ് കാറ്റഗറി ഏതാണോ ആ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതിൻ്റെ ഇടയ്ക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഏത് ക്യാരക്ടറാണ് ഇതുപോലെ ചൂസ് ചെയ്യുന്നത് അത് 100% നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ ശൈലിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതൊരു ട്രിക്കാണ്. കാരണം ഒരു ജഡ്ജിങ് പാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പെർഫോമൻസ് വീഡിയോയിലൂടെ. അപ്പോൾ ഈ പെർഫോമൻസ് വീഡിയോയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണോ അതല്ല അത് ആ ക്യാരക്ടറിൻ്റെ ബിഹേവിയർ ആണോ എന്നുള്ളത് പെട്ടെന്ന് ജഡ്ജിങ് പാനലിന് സെൻസ് ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങളൊക്കെ ഒരുപാട് പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം അത് അവർക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ക്യാരക്ടറിൻ്റെ ബിഹേവിയർ പൂർണ്ണമായിട്ടും 100% നിങ്ങളുടെ ബിഹേവിയർ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പം പലരും കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇപ്പം അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ എന്താണ് പെർഫോം ചെയ്യേണ്ടത്, ഒരു പെർഫോമൻസ് വീഡിയോയിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം പലരും ചോദിച്ചായിട്ട് കണ്ടു. അപ്പം ഈ കഴിവുകൾ, അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അവർക്ക് പ്രത്യേകിച്ചും ഒരു സബ്ജക്റ്റ് കണ്ടെത്താൻ കഴിയാത്ത വ്യക്തികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ടിപ്പാണ്. അതായത് നിങ്ങളൊരു പഴയ സിനിമകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സിനിമകളിൽ തന്നെ അധികം പോപ്പുലർ അല്ലാത്ത ഡയലോഗ് പോർഷൻ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഏജ് ഒരു 22-23 ഏജൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രേമലു സിനിമ എടുക്കാം. പ്രേമലുവിൽ എല്ലാവർക്കും അറിയാവുന്ന ഡയലോഗുകളുണ്ട്, പക്ഷെ അതല്ലാതെ നോർമൽ ആ സിനിമയുടെ ടൈം ലൈനിൽ പറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസിലുള്ള ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആ നോട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നിങ്ങളുടെ ശൈലിയിലേക്ക്, 23 വയസ്സാണ് നിങ്ങൾക്കെങ്കിൽ 23 വയസ്സുള്ള നിങ്ങളുടെ ശൈലിയിലേക്ക് അതിനെ മാറ്റി പെർഫോം ചെയ്യുക. വേണമെങ്കിൽ കുറച്ചധികം ഡയലോഗ്സ് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയലോഗ്സ് മാറ്റാം. അങ്ങനെ ചെറിയ രീതിയിൽ മോഡുലേഷൻ വരുത്തിക്കൊണ്ട് നിങ്ങൾക്കത് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലെല്ലാം ഒരു സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്തു, നമ്മുടെ ഒരു പക്ഷേ ഫ്രണ്ട്സ് വഴി എഴുതി തരുന്ന സബ്ജക്റ്റോ അല്ലെങ്കിൽ നമ്മൾ സ്വയം എഴുതുന്ന സബ്ജക്റ്റോ, അതല്ല ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ നിന്ന് എടുക്കുന്ന കണ്ടൻറ്റോ വോട്ടെവർ, നമ്മളൊരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് പെർഫോം ചെയ്യുന്നതിന് മുന്നായിട്ട് കൂടുതൽ പേരും ചെയ്തു വരുന്നത് അതങ്ങ് നോട്ട് ചെയ്ത് വെക്കുന്നു, ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ നോക്കുന്നു, ക്യാമറ ഓൺ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയല്ലാതെ നമ്മൾ ക്യാമറ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാതെ, ക്യാമറ ഇല്ലാതെ നമ്മൾ എന്താണോ പെർഫോം ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ റിഹേഴ്സൽ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ റിഹേഴ്സൽ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതലൊരു കാര്യമാണ് ക്യാമറ ഫിയർ. അപ്പം നമ്മൾ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആ ക്യാമറയുടെ ആ ഒരു പെർഫോമൻസിൻ്റെ അതിൻ്റെ ഏറ്റവും നല്ലൊരു വേർഷൻ നമുക്ക് ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. സോ ക്യാമറ ഇല്ലാതെ നമ്മൾ ഈ ഒരു കാര്യം പെർഫോം ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ഒരു ടൈം പോസുകളും അതേപോലെ മോഡുലേഷൻസൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ഒരുപാട് തവണ റിഹേഴ്സൽ ചെയ്ത് അതങ്ങ് പഠിക്കുക. അതിനുശേഷം മാത്രം ക്യാമറ ഓൺ ചെയ്ത് പെർഫോം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ
നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കാം. നിങ്ങൾ ക്യാമറ ഇല്ലാതെ ഇത് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നിങ്ങളത് പെർഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഇത് ഷൂട്ട് ചെയ്ത് തരുന്ന വ്യക്തിയോട് പറഞ്ഞ് ക്യാമറ എവിടെ ഫിക്സ് ചെയ്യണം, എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അയാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പേഴ്സണലി എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും ഇപ്പം ഒരുപാട് നടന്ന് വന്ന് നിന്ന് ഇങ്ങനെയുള്ള പെർഫോമൻസ് അല്ലാതെ എപ്പോഴും ഒരു ക്ലോസ് ഫ്രെയിം വെച്ച് അതിനകത്ത് നിന്ന് പെർഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എപ്പോഴും ഇങ്ങനെ ഒരു ക്ലോസ് ഫ്രെയിം വയ്ക്കുമ്പോൾ നിങ്ങളുടെ മൈക്രോ എക്സ്പ്രഷൻസും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നിങ്ങൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിന് ശേഷമാണല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും ജഡ്ജിങ് പാനലിൻ്റെ മുന്നിൽ ലൈവായിട്ട് വരുമ്പോൾ പിന്നെ അതിലൊരു നിങ്ങളുടെ പെർഫോമൻസ് റേഞ്ച് പിന്നീട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ആദ്യം ഒരു പെർഫോമൻസ് വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് ലോങ്ങിൽ പോയി നിന്നുകൊണ്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഭയങ്കരമായ ക്ലോസ് വന്നുകൊണ്ടുള്ള പെർഫോമൻസ് അല്ലാതെ എപ്പോഴും ഒരു ക്ലോസ് ഫ്രെയിം വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ചെസ്റ്റിന് കുറച്ച് താഴെ മുതൽ നമ്മുടെ ഹെഡ് റൂമിന് കുറച്ച് മുകളിലേക്ക് വരെ നിൽക്കുന്ന ഒരു ഫ്രെയിം ആയിരിക്കണം നമുക്ക് പെർഫോമൻസ് വീഡിയോയ്ക്ക് വേണ്ടത്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ആദ്യ ടേക്ക് തന്നെ ഓഡിഷൻ പാനലിന് ഫോർവേഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരുപാട് ടേക്സ് എടുക്കുക, 5 or 6 ടേക്സ് എടുത്ത് അതിൽ ബെറ്റർ ടേക്ക് എന്ന് തോന്നുന്നത് മാത്രം നമ്മൾ അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ എടുത്തു വരുന്ന ഷോട്ടിൻ്റെ ഇപ്പം നമ്മൾ തുടക്കത്തിൽ കുറച്ചൊരു ഡിലേ ഉണ്ടായിരിക്കും, അതേപോലെ നമ്മൾ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ചും കൂടെ ഫൈൻ ട്രിം ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പ് വേണം അയച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ള ഈ പെർഫോമൻസ് വീഡിയോയിൽ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം പലരും ആദ്യം തന്നെ പെർഫോമൻസിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കും, അതിനുശേഷമാണ് പെർഫോമൻസിലേക്ക് വരിക. അപ്പോൾ ഞാനൊരു ഉദാഹരണം നമ്മുടെ മുന്നത്തെ ഒരു കാസ്റ്റിംഗ് കോളിൽ വന്ന ഒരു എക്സാമ്പിൾ പറയാം. ഒരു 45 ഏജുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അധ്യാപകനായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ വീഡിയോയുടെ മുമ്പിൽ പെർഫോമൻസ് വീഡിയോ തുടങ്ങുമ്പോൾ പറയുന്നത്, ഞാൻ ഇന്ന ക്ലാസ്സിലെ ഒരു അധ്യാപകനാണ്, ഞാൻ കുട്ടികളുടെ മുന്നിലേക്ക് പോകുന്നു, ഇവിടെ വച്ച് ഞാൻ കുട്ടികളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞാൻ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ ഭയങ്കര ആദ്യമായിട്ടൊരു ക്യാരക്ടർ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടാണ് പെർഫോമൻസ് തുടങ്ങുന്നത്. ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഇങ്ങനൊരു തെറ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് അവിടെ പെർഫോം ചെയ്യണമെന്നുള്ളത് അത് കണ്ടു വേണം അവർ മനസ്സിലാക്കാൻ. അത് ഒരിക്കൽ പോലും അതൊരു ഇൻട്രൊഡക്ഷനിലൂടെ പോകരുത്. അതുപോലെ അവസാനം ചിലരൊരു താങ്ക്സ് ഒക്കെ പറയും, ഭയങ്കര കരഞ്ഞ് ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്കൊക്കെ ആയി ആ പെർഫോമൻസ് അവസാനിച്ചതിന് ശേഷം കണ്ണുനീരൊക്കെ തുടച്ച് ക്യാമറയിലേക്ക് നോക്കി ഒരു താങ്ക്സ് ഒക്കെ പറയുന്ന പരിപാടിയുണ്ട്. ഇതൊന്നും ഒഴിവാക്കി, ഈ പരിപാടികളൊന്നും വേണ്ട. സ്റ്റാർട്ട് ടു എൻഡ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ പെർഫോമൻസിന് മാത്രം സ്പേസ് കൊടുത്തുകൊണ്ട് ആ 1 minute മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്ന എല്ലാ വീഡിയോ ക്ലിപ്പും മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട കാര്യം ഞാൻ മുന്നേ പറഞ്ഞ സൈലൻസ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെയാണ് ഒരു ലൈറ്റ് സോഴ്സ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ പല പെർഫോമൻസ് വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലും വീടിൻ്റെ അകത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന, ഭയങ്കര ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓഡീഷൻ പാനലിൻ്റെ മുന്നിൽ നിങ്ങളുടെ ആദ്യത്തെ പെർഫോമൻസ് ആണ് അവർ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കൊരു ട്യൂബ് ലൈറ്റ്സ്, സാധാരണ ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ ബൾബുകളോ LED ബൾബ്സോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒരു ഡേ ടൈമിൽ തുറന്നിട്ട ജനലുടെ മുന്നിൽ നിന്നുകൊണ്ട് ജനലിക്കും നിങ്ങൾക്കും ഇടയിൽ മൊബൈൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ലൊരു ലൈറ്റ് ആയിരിക്കും. നല്ല അവൈലബിൾ ലൈറ്റ് ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറയാം. അതായത് നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് കോളിനും ഓഡീഷനൊക്കെ നമുക്ക് കിട്ടുന്ന എൻട്രികളിൽ 90% പെർഫോമൻസ് വീഡിയോയിൽ വരുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡയറക്റ്റ് ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് പെർഫോം ചെയ്യുക. യഥാർത്ഥത്തിൽ ഒരു സിനിമ ആക്ടിങ്ങിൽ നിങ്ങൾ എവിടെയാണ് ഒരു ആക്ടർ ക്യാമറയിലേക്ക് നോക്കുന്നത് കാണുന്നത്? ഇപ്പോൾ ടെക്നിക്കലി ഇതിനൊരു വാക്കുണ്ട്, അതായത് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയും. ഒരു ആക്ടറിന് പ്രേക്ഷകനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഒരു ആക്ടർ ക്യാമറയിലേക്ക് നോക്കി പെർഫോം ചെയ്യുക. അതല്ലാതെ ഒരു സാഹചര്യത്തിൽ പോലും ഒരു ആക്ടറും ക്യാമറയിലേക്ക് നോക്കില്ല. അത് ആക്ടിങ്ങിലെ എററാണ്. അപ്പോൾ ഒരു സിനിമയിലേക്കുള്ള പെർഫോമൻസ് വീഡിയോ എന്ന് പറയുമ്പോൾ അതേ മാനദണ്ഡങ്ങൾ തന്നെ നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് വീഡിയോയിലും പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ ക്യാമറയിൽ നിന്നും ഒരു 2 feet മാറി ഒരു ലുക്ക് നമ്മൾ പ്ലേസ് ചെയ്യുക. എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ കണ്ടുകൊണ്ട് അവിടെയാണ് നമ്മുടെ ക്യാരക്ടറിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ പോയിന്റിലേക്ക് സംസാരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരാളെ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു 2 feet മാറി ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു 1 feet മാറി ഒരു പ്ലേസ് മാർക്ക് ചെയ്തുകൊണ്ട് അവിടേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുക. അങ്ങനെ ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇതേപോലെ മാറി മാറി നോക്കി സംസാരിക്കാം. ഇൻ ബിറ്റ്വീൻ നമ്മൾ ക്യാമറയിലേക്ക് നോക്കാതിരിക്കുക. ഒരു തരത്തിലും നമ്മുടെ ലുക്ക് ക്യാമറയിലേക്ക് പോവാതെ മാക്സിമം ശ്രദ്ധിക്കുക പെർഫോമൻസ് വീഡിയോയിൽ. എന്നാൽ നേരെ മറിച്ച് ഇൻട്രോ വീഡിയോ നേരെ തിരിച്ചാണ്. ഇൻട്രോ വീഡിയോ നിർബന്ധമായും ക്യാമറയിലേക്ക് നോക്കി വേണം
നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കാനായിട്ട്. അപ്പോൾ സിനിമയിൽ ഞാൻ ഈ പറഞ്ഞ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പെർഫോമൻസ് വീഡിയോയിലും ഫോർത്ത് വാൾ ബ്രേക്കിംഗ്, അതായത് ഡയറക്റ്റ് ക്യാമറയിലേക്ക് നോക്കുന്ന പരിപാടി ഒഴിവാക്കുക. അങ്ങനെ ഒരു കാര്യം ഒരു കാരണവശാലും ചെയ്യരുത്. ഇനി അവസാനമായിട്ട് ഒരു ടിപ്പും കൂടെ പറയാം. അതായത് നമുക്ക് എല്ലാവർക്കും, ഓരോ വ്യക്തികൾക്കും അവരുടെ ഒരു ബെറ്റർ സൈഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലർക്ക് അതൊരു സ്ട്രെയിറ്റ് വ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് റൈറ്റ് ആയിരിക്കാം, ചിലർക്ക് ലെഫ്റ്റ് ആയിരിക്കാം. നമ്മൾ ഇത് കണ്ടെത്തണം ഈ പെർഫോമൻസ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്. കാരണം അത് കണ്ടെത്താനായിട്ട് നമ്മളൊരു മൊബൈൽ ചുമ്മാ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളൊരു 180 ഡിഗ്രിയിൽ നമ്മുടെ ഫേസിനെ മാറ്റി കൊണ്ടുവന്ന് ഓരോ 2 സെക്കൻഡോ 3 സെക്കൻഡോ പോസ് ചെയ്തുകൊണ്ട് നമ്മളൊരു 180 റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോസ് ചെയ്ത് നോക്കി ഏതാണ് നിങ്ങളുടെ ബെറ്റർ സൈഡ് എന്ന് കണ്ടെത്തുക. ഇപ്പോൾ മലയാള സിനിമയിലെ ആക്ടേഴ്സിൽ എല്ലാവരും തന്നെ ഈ ബെറ്റർ സൈഡ് കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരാണ്. പല ആക്ടേഴ്സും അവരുടെ ഒരു ബാഡ് സൈഡ് ഒരിക്കലും ആ പ്രൊഫൈൽ പോലും അവർ ക്യാമറയ്ക്ക് മുന്നിൽ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ആദ്യമേ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ പെർഫോമൻസ് വീഡിയോയിൽ ഒരു ബെറ്റർ സൈഡ് കണ്ടെത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നീട് സിനിമയിലേക്ക് വരുമ്പോൾ അതിനൊന്നും വലിയ പ്രസക്തിയില്ല. നിങ്ങൾക്ക് എല്ലാ സൈഡും പ്രൊഫൈൽ ചെയ്ത് അഭിനയിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങളുടെ ആദ്യ വീഡിയോയിൽ നിങ്ങളുടെ ഒരു ബെറ്റർ സൈഡ് വെച്ച് പെർഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. അതായത് നിങ്ങൾ ജനിച്ചത് തന്നെ ഒരു ആക്ടർ ആവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യങ്ങളുമില്ല, അഭിനയിച്ചേ പറ്റൂ, ഒരു ആക്ടറായേ പറ്റൂ എന്ന് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പെർഫോമൻസ് വീഡിയോ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളൊരു മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോക്കാളും എന്തുകൊണ്ടും ഒരു പെർഫോമൻസ് വീഡിയോ അതിൻ്റെ എല്ലാ ഡെപ്തിലും നിങ്ങൾക്കൊരു ഹൈലി പ്രൊഫഷണൽ ഒരു വീഡിയോഗ്രാഫറെ ഹയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് വീഡിയോഗ്രാഫർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് ചെയ്യുന്ന വീഡിയോഗ്രാഫർ ആയിരിക്കാം. ഈ DSLR ഉള്ള സുഹൃത്തുക്കളുടെ കാര്യമല്ല പറയുന്നത്, വളരെ പ്രൊഫഷണലായിട്ട് ഇതിനെ സമീപിക്കുന്ന തരത്തിൽ നിങ്ങൾ അത്തരം ആൾക്കാരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ഒരു പെർഫോമൻസ് വീഡിയോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ ഒരു 1 മിനിറ്റിൻ്റെ മാത്രമല്ല, 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ് ലെങ്ത്തുള്ള അങ്ങനെ 5-6ഓളം ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം സബ്ജക്റ്റിൻ്റെ നീട്ടി വലിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇത്തരം ഒരു ഡിഫറെൻറ്റ് ടൈം ഡ്യൂറേഷനിലുള്ള വീഡിയോസ് നിങ്ങൾ ഷൂട്ട് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോസ് ആയിരിക്കണം നിങ്ങൾ ഈ പെർഫോമൻസ് വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഓഡിഷൻ പാനൽ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ വിലയിരുത്തുന്ന ഒരു കാര്യം കാണുമ്പോൾ അതിന് ഇത്രയും ഒരു നല്ലൊരു ക്വാളിറ്റി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്ലസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. എന്തായാലും നിങ്ങൾക്കത് ഭയങ്കര ഗുണകരമായിട്ട് തന്നെയാണ് സംഭവിക്കുള്ളൂ. അപ്പം ആക്ടിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റ് വിഷയങ്ങളുമായിട്ട്, അഭിനയത്തെക്കുറിച്ചും സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചും ഇങ്ങനെയുള്ള ഓഡിഷൻസിനെ കുറിച്ചൊക്കെയുള്ള മറ്റ് കാര്യങ്ങളായിട്ട് നമുക്ക് ഇനിയും അടുത്ത വീഡിയോകളിൽ കാണാം. നിങ്ങൾക്ക് ഈ പെർഫോമൻസ് വീഡിയോയെക്കുറിച്ച് ഇനിയും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ കമൻസിലൂടെയോ അല്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന കണ്ടന്റിൽ വരുന്ന വീഡിയോയിലൂടെ ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ തരാം. കാരണം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിനയം ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിങ് കരിയറിനും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാനതിൽ വളരെയധികം സന്തോഷവാനാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റ് വീഡിയോസിൽ കാണാം. ബൈ.